സ്വാഗതം. സാഹസികമായ യാത്രകളിലെ ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്കുണ്ട്. എങ്കിലും താങ്കളുടെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് ഏതായിരുന്നു? ആദ്യത്തെ യാത്ര എന്ന് പറയാനുള്ളത് ശരിക്ക് ജീവിതമാർഗം, വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ജീവിതമാർഗം തേടിയിട്ടുള്ള യാത്രയാണ്. അത് ഗൾഫിലേക്കാണ്, ദുബായിലേക്കാണ്. അതിലും പ്രത്യേകതയുണ്ട്. ഇന്നത്തെ മാതിരി വിമാനത്തിലുള്ള യാത്രയല്ല ആദ്യം ചെയ്തത്. 7 ദിവസം കപ്പൽ യാത്ര ചെയ്താണ് അന്നൊക്കെ ദുബായിലെത്തണം. അതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടുന്ന് പിന്നെ യാത്രകളുടെ ആരംഭം അങ്ങനെയാണ് പ്രേതത്തിന് നിലയ്ക്ക് വേണമെങ്കിൽ. അത് പിന്നെ ലാസ്റ്റ് ഹിമാലയൻ റേഞ്ചുകളിൽ മുഴുവൻ എത്തി ഒരു പര്യടനം അവസാനിപ്പിക്കും. ആദ്യത്തെ യാത്ര ഈ അറേബ്യൻ നാട്ടിലോട്ടായിരുന്നല്ലോ. പക്ഷെ അവിടെ ഈ ത്രില്ലിംഗ് യാത്രയായിരുന്നു പറയുകയും ചെയ്തു. അത് എപ്പോഴെങ്കിലും രേഖപ്പെടുത്തി വെക്കാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചു? ഇല്ല, അവിടെ ഒരു ചെറിയ നിമിത്തം ഉണ്ടായിട്ടുണ്ട്. അതും ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്നാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഇന്റർനാഷണൽ എയർപോർട്ടില് മാനേജറായിരുന്ന ജോൺ വെബ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരൻ. ഞങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യക്കാരെ കണ്ടാൽ അദ്ദേഹം കയറി പരിചയപ്പെട്ട് സംസാരിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചത് വേദങ്ങളും ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഒക്കെയാണ്. ഞാൻ ഇതൊന്നും അറിഞ്ഞൂടാ. എനിക്ക് വേദങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതെന്താണ്, അതെന്ത് ഇതിന്റെയാണ് ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ മിഴിച്ചു നിന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു, ദ ഗ്രേറ്റ് ഹിമാലയൻ മാസ്റ്റേഴ്സ്. 400 പേജുള്ളൊരു ബുക്കായിരുന്നു. പക്ഷെ എനിക്കത് മുഴുവൻ ഉൾക്കൊണ്ട് വായിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഓമും തത്വമസിയും അതൊക്കെ എന്തോന്ന് യാതൊരു പിടിയില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. പക്ഷെ ഒന്ന് മനസ്സിലായി, ഈ ഹിമാലയത്തിൽ അലഞ്ഞ് നടന്ന് സന്യാസിമാരെ കണ്ട് രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണെന്നുള്ള മനസ്സിലായി. അവിടെ നിന്നാണ് ശരിക്കും പറയുന്നത് ഇതിന്റെ ഒക്കെ തുടക്കം. പിന്നെ ഓരോ ലീവിലും ഇതേക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് ലീവിൽ തന്നെ ഞാൻ ഭഗവത്ഗീത വാങ്ങിച്ചു. പിന്നത്തെ ലീവില് മഹാഭാരതം വാങ്ങിച്ചു, കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ. അങ്ങനെ അന്ന് തൊട്ട ഇതിന്റെ ബേസ് മനസ്സിൽ. ഇതെല്ലാം വായിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ. അതെ, ഇതൊക്കെ വായിച്ച് ഞാൻ മനസ്സിനെ ഒരു വിധം എന്താണ് നമ്മുടെ വേദങ്ങള്, എന്താണ് ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ, എന്താണ് ബ്രഹ്മസൂത്രം, എന്താണ് ഇത് ബ്രാഹ്മണങ്ങള്, സംഹിതകള്, ആരണ്യങ്ങള്, ഉപനിഷത്തുകള്, പിന്നെ 18 പുരാണങ്ങള്, ഇതിഹാസങ്ങള്, കാവ്യങ്ങള്, ഇതൊക്കെ പരിചയപ്പെട്ടു വന്നതിന് ശേഷമാണ് തിരിച്ചു വന്ന് ഒരു 38-39 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ ഭാരതത്തിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മാതിരിയുള്ള ആ പണ്ഡിത രത്നം തന്നെ പിഷാരടി മാഷ്, നാരായൺ പിഷാരടി മാഷ്, അങ്ങനെ അടുത്ത് ചെന്നപ്പെട്ടു. നമുക്ക് ഓരോ നിമിത്തങ്ങളുണ്ടായി. അവിടെ പഠനം വീണ്ടും തുടരണം. ഇത്രയധികം വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം മനസ്സിലാക്കിയപ്പോ കൈലാസത്തിലേക്ക് ഒരു യാത്ര എന്നൊരു തീരുമാനത്തിലെത്താൻ കൈലാസത്തിന്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളമുണ്ട്? അതിന് തുടക്കം കുറിച്ച് ബദ്രിനാഥിലേക്ക് ഞാൻ പോയ കണ്ടക്ടഡ് യാത്രയാണ്. ആ യാത്രയില് ഞാൻ എന്റെ 2ാമത്തെ ബുക്കിൽ പറയുന്നുണ്ട്, ഒരു 200-250 വയസ്സുള്ള ഒരു സന്യാസിയെ കണ്ടുമുട്ടാണ്, വളരെ യാദൃച്ഛികമായിട്ട്. അദ്ദേഹത്തിന് അവിടുന്നാണ് ഈ കൈലാസ് മാനസരോവർ എന്നുള്ള ആശയം എന്നിൽ ഉദിച്ചത്. കാര്യം വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയൊക്കെ അതൊക്കെ വായിച്ചും അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റിനോട് കൂടുതൽ അടുത്തെങ്കിലും ഈ കൈലാസം ഉണ്ടോ മാനസരസുണ്ടോ എന്നൊക്കെ സംശയമായിരുന്നു. കാരണം നമ്മളിതൊക്കെ ചെറുപ്പത്തില് ചെറിയ ക്ലാസ്സുകളിൽ 1-2 ചാപ്റ്ററൊക്കെ പഠിച്ച ഓർമ്മയുണ്ട് എനിക്ക്. അതൊക്കെ കവിഭാവനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്നും ആ ശാശ്വതമായ സത്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലൂ കിട്ടിയപ്പോ പിറ്റത്തെ കൊല്ലം ഇന്ത്യ ഗവൺമെന്റിന്റെ പരസ്യം കണ്ടു, ഞാൻ അപേക്ഷിച്ചു. അപ്പം അറൌണ്ട് എബവ് 3 ലക്ഷത്തിന്റെ മുകളിൽ അപേക്ഷകരുണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. അതിന് ഞാൻ അപേക്ഷിച്ചു. എനിക്ക് ആദ്യത്തെ കൊല്ലം തന്നെ സെലക്ഷൻ കിട്ടി. ഓരോ വർഷവും എത്ര പേരെ കൊണ്ടുപോകാനാണ്? 300 പേരെയാണ് ഒരു കൊല്ലത്തിൽ കൊണ്ടുപോകുന്നത്. അതിന് നിബന്ധനകളും നടപടിക്രമങ്ങളും കടുത്തതാണ്. പ്രത്യേക സെലക്ഷന്റെ അത് ഡയബറ്റിക്സ്, പ്രഷർ, ഹൃദ്രോഗങ്ങള്, മറ്റ് എപ്പിലെപ്സി ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവാനേ പാടില്ല. പിന്നെ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ബേസ് ക്യാമ്പില് വിഗറസ് ടെസ്റ്റ് നടത്തും, വൈദ്യപരിശോധന. അതിൽ പാസ്സാവണം.
അതിൽ പാസ്സായാലും അവർക്ക് പിന്നെയും ടെസ്റ്റുകളുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. നടുവിലൊക്കെ ആവുമ്പോൾ വീണ്ടും ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ പോയ കൊല്ലം തന്നെ 36 ദിവസത്തോളം ഈ യാത്ര എടുത്തിട്ടുണ്ട് മൊത്തം. അപ്പോ ഒരു 300 ആൾക്കാരുമായിട്ട് പോയ ടീം ഏറ്റവും ഒടുവിലത്തെ ഇതിൽ വന്നപ്പോൾ എത്ര പേര്? ഇല്ല, ഒരു ബാച്ചിൽ 30 ആളെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ 10-12 പ്രൊവിഷണലായിട്ട് ഒരു 15 ബാച്ചിന്റെ ലിസ്റ്റ് ഇടുമെങ്കിലും 10 ബാച്ച് 12 ബാച്ചൊക്കെ മാക്സിമം പോകുള്ളൂ. അപ്പൊ ഒരു ബാച്ചിൽ 30 ആളാണ് ഉൾപ്പെടുത്തുക. കാരണം 30 ആൾക്കുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ അതിർത്തിയുടെ അവിടുന്ന് നടത്തം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ യാക്കിന്റെ പുറത്തൊക്കെ യാത്ര തുടങ്ങുമ്പോൾ ഈ ഓരോ ക്യാമ്പുകളിലുള്ള സൗകര്യം മാക്സിമം പരമാവധി 30ഒക്കെയാണ്. അത് ചൈനയിലേക്ക് കടന്നാൽ 15ആയി. അപ്പൊ ചൈനയിലെത്തുമ്പോൾ ഈ ടീമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു കൂട്ടർ മാനസറോവറിലേക്ക് പോകുന്നു, ഒരു കൂട്ടർ കൈലാസത്തിലേക്ക് പോകുന്നു. പിന്നെ ഇവരെ ഒരുമിച്ച് പിന്നീട് കണ്ടുമുട്ടും. പിന്നെ ഞങ്ങൾ ഈ ഓരോ ടീമും പരിക്രമണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കൂട്ടിമുട്ടും. ഉദ്ദേശം എത്ര ദിവസങ്ങൾ എടുക്കും ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക്? അതായത് മാനസരസിനെ ഒരു പ്രദക്ഷിണം വെക്കണമെങ്കിൽ 120 കിലോമീറ്ററാണ് അതിന്റെ ദൈർഘ്യം. അത് 3.5 ദിവസം എടുക്കും ഒരു പരിക്രമണം മാനസരസിന്. അവിടുന്ന് കൈലാസത്തിലെത്തി കൈലാസത്തിനെ ഒരു പ്രദക്ഷിണം വെക്കുമ്പോ കൈലാസം കിടക്കുന്നതിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചാൽ അതിങ്ങനെ താമരപ്പൂവ് നിൽക്കുന്ന മാതിരി ചുറ്റും പർവ്വതങ്ങൾ നിൽക്കുന്നു. ഇതിന് നടക്കുന്നതാണ് കൈലാസം എന്നുള്ളത്. അപ്പം ഈ പരിക്രമണം നടത്തുന്നത് ഇതിന്റെ ഔട്ടറിൽ കൂടെയാണ്. ഇത് 70 കിലോമീറ്റർ ഉണ്ട് ഇതിന്റെ ദൂരം. അത് തന്നെയല്ല, അത് ശൃംഗങ്ങള് പലപ്പോഴും 21,000 അടി വരെ ഹൈറ്റിൽ വരുന്ന മഞ്ഞുഭൂമികളുണ്ട്. ഇതൊക്കെ മഞ്ഞുഭൂമികളാണ്. അപ്പോൾ അത് 3 ദിവസത്തോളം ചുരുങ്ങിയത് അതും എടുക്കും. അപ്പം ഈ സാധാരണ നമ്മൾ കാളിദാസ കവികൾ വായിക്കുമ്പോഴത്തേക്കും ഹിമാലയത്തെ നമുക്ക് വളരെ അടുത്ത്, കൈലാസത്തേക്ക് വളരെ അടുത്ത് കാണാൻ പറ്റും. അപ്പൊ സാറ് അത് നേരിട്ട് അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു അത് അനുഭവപ്പെട്ടത്? അത് വലിയൊരു ഇൻസ്പിറേഷനാണ് എന്നിൽ ഉണ്ടാക്കിയത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്ന ഈ ശൃംഗങ്ങൾ ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഈ നോർത്ത് വെസ്റ്റിലുള്ള ജാംബിയാങ് എന്ന് പറഞ്ഞ പീക്കിന്റെ മുകളിലേക്ക് കയറിയാൽ കൈലാസിനെ ക്ലോസ് ആയിട്ട് കാണാൻ എന്ന് ഒരു ബുദ്ധ സന്യാസി വളരെ യാദൃച്ഛികമായിട്ട് പറഞ്ഞതാ. അതിന് കാരണം ഉണ്ടായിച്ചാൽ അന്നത്തെ ഞങ്ങൾ 4 പേര് ഈ പ്രദക്ഷിണത്തിന് ഒരുങ്ങി പുറപ്പെട്ടു. അപ്പോൾ കനത്ത ഹിമക്കാറ്റ്, ഒരു -20-25 താഴ്ന്ന താപനില, മഴ, പിന്നെ ഈ അലറി വിളിച്ച് പായുന്ന മഞ്ഞുകാറ്റ്, അങ്ങനെയുള്ള ദുർഘടമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ പുറപ്പെടാൻ വേണ്ടി 4 പേര് പുറപ്പെട്ടു. പിന്നെ ഒരു 8 പേരോളം യാക്കിന്റെ പുറത്ത് പുറപ്പെട്ടു. അപ്പൊ ഞങ്ങൾ 4 പേര് നടന്നപ്പോൾ ഞങ്ങൾ 2 പേര് ഫസ്റ്റ് ക്യാമ്പിന് ഏറ്റവും മുമ്പിലെത്തി ഒരു 3 മണിക്ക്. അപ്പൊ വളരെ യാദൃച്ഛികമായിട്ടൊരു ബുദ്ധ സന്യാസി പറഞ്ഞു തരാണ്, ഇതാ ഈ പീക്കിന്റെ മുകളിൽ കയറിയാൽ കൈലാസത്തിന് ക്ലോസ് ആയിട്ട് കാണാം. അപ്പോ ഞാനും ഈ രാജസ്ഥാൻകാരനും അങ്ങനെ ഒരു ശ്രമം നടത്താൻ വെച്ചു. പകുതി എത്തിയപ്പോ അങ്ങൊരു പിൻവാങ്ങി. വായുവിന്റെ കയറ്റം കുത്തനെയാണ് നിൽക്കുന്നത്. പിന്നെ തന്നെയല്ല, ഈ മരവിച്ചു പോകുന്ന മഞ്ഞുകാറ്റും ആണ് അടിക്കുന്നത്. പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും സജ്ജീകരണം ഞാൻ സജ്ജീകരണം കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓക്സിജൻ കുറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല. കാരണം അന്ന് പറഞ്ഞ മാതിരി ആ ബദ്രിനാഥിലത്തെ സന്യാസിയിൽ നിന്ന് ചില ലഘുവായ യോഗവിദ്യകൾ അന്ന് അഭ്യസിച്ചിരുന്നു. അത് ഉപകാരപ്രദം. അതിനിപ്പോ ഈ യോഗവിദ്യയും ഒരു തരത്തിൽ പറഞ്ഞ ഒരു ആധ്യാത്മിക ജീവിതമൊക്കെ ഒരു കരുത്ത് ഉണ്ടാക്കും ഇത്തരത്തിലുള്ള യാത്രയിനോട്. അപ്പൊ ഈ യോഗവിദ്യ ഇപ്പോഴും തുടരുന്നുണ്ട്? ഉണ്ട്. ഞാൻ എന്റെ ശരീരത്തിന് എപ്പോഴും ഇപ്പൊ റിട്ടയർമെന്റ് ചെയ്യാനുള്ള പ്രായമായി എന്ന് വെച്ചാലും ഇപ്പോഴും ഞാൻ എന്റെ ശരീരത്തിന് അതേമാതിരി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യോഗവിദ്യ. അങ്ങനെ ഒരു മുൻകരുതലോടെ, അങ്ങനെ പ്രാക്ടീസോടെ ആയിരുന്നു കൈലാസത്തിലേക്ക് ആദ്യം തന്നെ? കൈലാസ സെലക്ഷൻ കിട്ടിയപ്പോ 3.5 മാസം സമയം ഉണ്ടായിരുന്നു. നമുക്ക് തയ്യാറാവുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, എനിക്ക് ബദ്രിനാഥിൽ നിന്ന് അത് കിട്ടിയപ്പോ കൈലാസ യാത്ര കിട്ടിയാലില്ലെങ്കിലും ഹിമാലയൻ യാത്രകൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷന്മാര് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, ഈ യോഗവിദ്യകൾ ചെയ്യുക, ഭക്ഷണം കാര്യങ്ങളൊക്കെ കൺട്രോൾഡാക്കുക. പിന്നെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതുകൊണ്ടുണ്ട്. അതായത് ഈ യോഗവിദ്യയില് ദൃഷ്ടി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കണ്ണുകൾക്ക് 9 ഡയമെൻഷൻ ഉണ്ട് നമുക്ക് മനുഷ്യന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ 3 ഡയമെൻഷൻ കൊണ്ട് മാത്രം ഇന്ന് മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അത് 4-5 4-ാമത്തെ ഡയമെൻഷൻ ടൈമാണ്.
അപ്പോൾ നമ്മളിപ്പോ കാണുന്ന നീളം, വീതി, ഇതിന്റെ വ്യാപ്തി, ഇത് നമുക്ക് 3 ഡയമെൻഷനിൽ വരുന്നുള്ളൂ. 4ാമത്തെ ഡയമെൻഷൻ ടൈമാണ്. ഈ ടൈം ഇതിലേക്ക് ഏകോപിപ്പിച്ചാൽ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അങ്ങനെ 5, 6, 7, 8, 9 ഡയമെൻഷൻ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ നിരന്തരമായ യോഗയിലൂടെ സാധിക്കും. 9 നമുക്ക് സാധ്യമില്ല, സാധാരണക്കാർക്ക് വരില്ല. അതൊക്കെ യോഗികൾക്ക്, ദിവ്യ സന്യാസിമാർക്ക്, അവരുടെയൊക്കെയാണ് കണ്ണുകള് ഈ കനൽക്കട്ട പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ സ്റ്റേജിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇതിന് 9 ഡയമെൻഷൻ പറഞ്ഞു. ഈ യാത്രക്കിടയിൽ അത്തരം യോഗീശ്വരന്മാരെ കണ്ടിട്ടുണ്ട്. 2ാമത്തെ പുസ്തകത്തിന്റെ രചനയിലത്തെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ അതാണ്. ഗോമുഖ്, ഗംഗോത്രി ഗോമുഖ് തപോവൻ എന്നുള്ള യാത്രയാണ്. ഈ യാത്രയില് ശരിക്കും പറഞ്ഞാൽ ആ യാത്ര ഗോമുഖിലേക്കും തപോവനിലേക്കും മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഷെർപ്പ ഉണ്ടായിരുന്നു, എന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ വിദേശ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ICCR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ്, അതിന്റെ ഡയറക്ടറായിരുന്നു ഡോക്ടർ മൊഹദ, ഞങ്ങളുടെ കൈലാസ് മാനസരോവർ യാത്രയുടെ ടീം മാനേജറായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് അങ്ങനെ ഒരു അസൈൻമെന്റ് തരാനുണ്ടായത്. ഇന്ത്യയുടെ പുണ്യനദികളുടെ ഉത്ഭവസ്ഥാനം തേടിയിട്ടുള്ള യാത്രകൾ സംഘടിപ്പിച്ച് അതേക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി ഇന്ത്യൻ ഹൊറൈസോൺസ് എന്ന് പറഞ്ഞുള്ള മാഗസീന് കൊടുക്കാൻ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായി. അവിടുന്ന് അവർ സൗകര്യപ്പെടുത്തി തന്നു. അങ്ങനെയാണ് ഈ ഷെർപ്പകളെ കിട്ടാനും അതിന് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യണതിന്. വേറെന്താ വെച്ചാൽ സാധാരണക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹിമാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു കണ്ടക്ടർ ടൂറിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വാഹനത്തിലോ വിളിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ധാമത്തിൽ പോയി വരാം, അതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് അതല്ലാത്തൊരു വേൾഡ് ഹിമാലയത്തിലുണ്ട്. അത് ഈ ധാമങ്ങളുടെ അപ്പുറത്താണ്. ഇവിടേക്കൊക്കെ ഈ 4 ധാമങ്ങളിലേക്കും 6 മാസത്തോളം സമയത്തിൽ എപ്പോൾ വേണമെങ്കിൽ പോയി വരാം. പക്ഷേ സമയത്ത് ഏത് സമയമാണ്, ഏത് മാസമാണ്? അത് ജൂൺ, മെയ് അവസാനം തൊട്ട് തുടങ്ങുന്നു. ജൂൺ, ജൂലൈയിലും യാത്രയുണ്ടാവും. അത് വല്ലാത്തൊരു ഒരു വിഘ്നം, ഒരു വല്ലാത്തൊരു നമുക്കിനി മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരവസ്ഥ എപ്പോഴെങ്കിലും കൈലാസ യാത്രയിൽ തോന്നിയിട്ടുണ്ടോ? യാത്രയിൽ തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻ ഭാഗത്ത്. അതെന്താ വെച്ചാൽ നമ്മൾക്കത് ടോട്ടലി ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വരുന്നത്. ഇന്ത്യൻ അതിർത്തിയില് ദർച്ചില എന്ന സ്ഥലത്തെത്തുമ്പോൾ വാഹന ഗതാഗതം, നമ്മൾ പോകുന്ന ബസ് ഓട്ടോ അവസാനിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാണ്, അല്ലെങ്കിൽ കുതിരപ്പുറത്താണ്. ഇത് 2000 അടിയിൽ ഇത് 7ാം ദിവസം 19,000 അടി മുകളിലേക്ക് എത്തണം. 6 ദിവസമേ ഉള്ളൂ. കനത്ത മഞ്ഞുള്ള സ്ഥലങ്ങള്, മഴയുള്ള സ്ഥലങ്ങള്, സ്ലിപ്പറി ആയ സ്ഥലങ്ങള്, ഇങ്ങനെ വിവിധ വൈവിധ്യമാർന്ന ഭൂമികളിൽ കൂടെയാണ് ഈ യാത്ര. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലോ ആർക്കും ഒന്നും രക്ഷപ്പെടുത്താനുള്ള ഇല്ല. അതിന് അതൊക്കെ വളരെ മുന്നേ തന്നെ നമ്മൾ യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇൻഡെംനിറ്റി ബോണ്ട് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്, ഇന്ത്യ ഗവൺമെന്റിന്. എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ നഷ്ടപ്പെട്ടു. അതന്നെ ഒരു റീഗെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബോഡി എടുക്കുക, അതൊന്നും ഇതിൽ ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള യാത്രയിൽ ഒരു മോക്ഷത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് എന്ത് കണക്കാക്കാം. കാരണം ഓരോ ബാച്ചിലും ഈ ഈ ടീമുകളിലൊക്കെ മരണം സംഭവിക്കുന്നുണ്ട്. മരണം അത് നിത്യസംഭവമാണ്, ഓരോ ബാച്ചിലുണ്ട്. ഇതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് എടുക്കേ പറ്റുള്ളൂ. കാരണം ഭവിഷ്യത്തുകളെ ചിന്തിച്ചിരുന്നാൽ നമ്മുടെ ശ്രുതികള് പ്രഗത്ഭരായ പഴയ ശ്രുതികളിലൊക്കെ പറയുന്നുണ്ട്, ന കശ്ചിദപി ജാനാതി കിം കസ്യശോ ഭവിഷ്യതി അത സ്വകരണീയാനി കുര്യാദൈവ ബുദ്ധിമാൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക ഉടനെ. അത് നാളേക്ക് നീട്ടി വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ല, വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ വേറൊരു ഒരു ഗൂഢമായൊരു സത്യം കിടക്കുന്നത് വെച്ചാൽ ഈ നാളത്തെ കുറിച്ച് മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല. മനസ്സിലായി? നാളെ വിളിച്ചാൽ എന്തെങ്കിലും ടൂന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് കാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് നമ്മൾ സെൽഫ് ഡിറ്റർമിനേഷൻ എടുത്ത് ചെയ്യുക. അത് 10 പേരുടെ അഭിപ്രായം ചോദിച്ചു, അല്ലെങ്കിൽ അതിന്റെ അഡ്വൈസ് തേടി, അത് തേടി, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും നടക്കില്ല. ഹിമാലയ യാത്രകളിൽ പെട്ടെന്നുള്ള ഒരു പ്രതികരണം വേണ്ടത് ഇതാണ്. തീരുമാനിക്കുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. മാനസ സരോവറിനെ കുറിച്ച് ഒരുപാട് കവിതകളിലും അല്ലെങ്കിൽ അത്തരം ലേഖനങ്ങളൊക്കെ ഒരുപാട് കവിഭാവനയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. താങ്കളുടെ പുസ്തകത്തിലുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി നേരിട്ടുള്ള അനുഭവം. മാനസരസിന്റെ ആ മനോഹരമായ ബ്യൂട്ടി കാണണമെങ്കിൽ നിലാവുണ്ടാവണം. നിലാവുള്ള സമയത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഈ ചന്ദ്രബിംബം ഒരു ചെറിയ ആനക്കുട്ടിയുടെ അത്ര വലുപ്പത്തില് ഉദിച്ചു നിൽക്കുക. ഒരു സൈഡ് മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്ന പർവ്വതങ്ങള്, ഒരു സൈഡ് മുഴുവൻ മേടുകള്, ഒരു സൈഡ് മുഴുവൻ ഇടത്തരം കുന്നുകള്.
അന്തരീക്ഷം ഈ ചക്രവാളം ഈ തടാകത്തിന് തൊട്ട് ചുംബിച്ച മാതിരി ചാഞ്ഞ് താഴ്ന്ന് ഇറങ്ങിക്കിടക്കുക. അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ച് നിൽക്കുക. ഇതൊക്കെ ഒരു കണ്ണാടിയിൽ കാണുന്ന മാതിരി ഈ തടാകത്തിൽ പ്രതിഫലിച്ച് കിടക്കുക. അപ്പോൾ ആ നിശ്ചലമായ ഒരു കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ നേരത്ത് ആ പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ, അതാണ് ഞാൻ ആ വാൽമീകി രാമായണത്തിലെ ആ ശ്ലോകം അതിൽ കോട്ട് ചെയ്യാനുള്ള കാരണം. ചഞ്ചചന്ദ്രകര സ്പർശ ഹർഷോന്മീലിത താരക അഹോരാഗവതി സന്ധ്യ ജഹാദി സ്വയമംബരം എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി അത്രയും മനോഹരമായിട്ട് രാമായണത്തിലത്തെ പ്രകൃതി വർണ്ണനയാണത്. അത് അന്തരീക്ഷത്തിന്റെ നഗ്ന സൗന്ദര്യം എന്നാണ് മുനി അതിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാം നഗ്നമായിട്ട് നിൽക്കുന്ന, ഇതിനൊന്നും അടയാളങ്ങളില്ല ഇതിനൊന്നും. അപ്പോ ഇത് ഇങ്ങനെയുള്ള 100 കണക്കിന് അനുഭൂതികൾ മനസ്സരസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു എൻഡിൽ നിന്ന് നമ്മളിപ്പോ ഒരു 3 ദിവസം കൊണ്ട് ഇതിനെ നടന്ന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വൈവിധ്യമായ ഒരുപാട് ഭാഗങ്ങൾ ഇതിനുണ്ട്. ഒരുപാട് ഇതുണ്ട് സീനറികൾ. തുരുത്ത് പോലെ കിടക്കുന്നതോ, ഐലൻഡ് പോലെ കിടക്കുന്നതോ, സമുദ്രം പോലെ ഒറ്റ നോട്ടത്തിന് കിടക്കുന്നതോ, നീലം കലക്കി ഒഴിച്ച മാതിരിയുള്ള വെള്ളം ഉള്ള സ്ഥലങ്ങളോ, പിങ്ക് കളറിലുള്ളതോ, ആഷ് കളറില്, ഇങ്ങനെയൊക്കെ എന്തെല്ലാം വൈവിധ്യമാർന്ന രീതിയിലാണ് ഈ തടാകം ഇങ്ങനെ ഓളങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ മന്ദമന്ദം ഇതാക്കിയിട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു 15,000-16,000 അടി ഹൈറ്റിലാണ് ഇത് കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ചുറ്റും പീഠഭൂമികളാണ്, വരണ്ട ഭൂമികൾ, അത്തിപറ്റിന്റെ. അതിന്റെ അവിടെയാണ് ഈ നിറഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന. പിന്നെ ചില ടിബറ്റൻ ടെക്സുകളുണ്ട്. പിന്നെ അരണ്യങ്ങളൊക്കെ നവംബർ കഴിയുമ്പോഴേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് തദ്ദേശവാസികൾ സാക്ഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ മിസ്റ്റിക് അനുഭൂതികളാണ് മാനസരസിന് വേറൊരു രൂപം നൽകുന്നത്. ഇത് ഞാൻ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ കണ്ട്, ഈ ആടിനെയും യാക്കിനെയൊക്കെ മേച്ച് നടക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത്, അവരുടെ ഭാഷ ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ ചൈനീസ് ഗൈഡ് വഴി അത് മനസ്സിലാക്കി നമ്മുടെ ട്രക്ക് ഡ്രൈവർ വഴി എടുത്ത് അങ്ങനെ നോക്കുമ്പോഴാണ് ഇവര് ടോട്ടലി ദേ ആർ ഇന്നസെന്റ് ആയിട്ടുള്ള ഗ്രാമീണരാണ് അവര്. അവർക്ക് നമ്മുടെ പുരാണങ്ങളെ കുറിച്ചോ ഭാരതീയ സംസ്കാരത്തിന്റെ ഇതേക്കുറിച്ചോ അവർക്കൊന്നും അറിഞ്ഞൂടായിരിക്കും. പക്ഷെ അവർക്കുള്ള അനുഭവം എന്താ വെച്ചാൽ, ചിലപ്പോ ഈ പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അവിടെ തടാകത്തില് ഈ ബുദ്ധസന്യാസിമാരുടെ 2-3 മൊണാസ്ട്രികളുണ്ട്. ചൈനക്കാരുടെ ആക്രമണത്തിൽ തകരാതെ കിടക്കുന്ന 2-3 മൊണാസ്ട്രികളുണ്ട്. അതിലിപ്പോഴും സന്യാസിമാരുണ്ട്. ഇവര് ഈ പൗർണമി ദിവസം ഇവരുടെ വാതിലൊക്കെ കംപ്ലീറ്റ് അടച്ച് ഭദ്രാക്കി 6 മണിയാകുമ്പോഴേക്കും സെല്ലോ ടേപ്പ് വെച്ച് പശ വെച്ച് ഒട്ടിച്ച് ജനലുകളൊക്കെ ക്ലീൻ ആക്കുന്നവര്. ശബ്ദം ഒരു തരി പോലും എയർ കണ്ടീഷൻ ചെയ്ത റൂം എങ്ങനെയാണ് അങ്ങനെയാക്കുക അവര്. എന്നിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് അവര് കിടക്കിയ സഞ്ചിയുടെ ഉള്ളിൽ കയറി കൂടി അവര് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗോത്രവർഗ്ഗക്കാർക്കോ ഇവർക്കോ ഈ സൗകര്യങ്ങളൊന്നുമില്ല. അവര് യാക്കുകളെ മേച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്തെത്തി അവിടെ ഭക്ഷണം പാകം ചെയ്തു, അവിടെ കിടന്നുറങ്ങി, അങ്ങനെയാണ്. അപ്പൊ അവരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതായത് 12 മണി കഴിയുമ്പോൾ ഈ ഉണരുന്നതിനുള്ള സാഹചര്യം എന്താന്ന് വെച്ചാൽ, ഈ വളർത്തുമൃഗങ്ങള് ഭയാനകമായ രീതിയിൽ ഓരിയിടാണ്. നായ്ക്കളും ആടും യാക്കൊക്കെ. അപ്പോഴാണ് ഇവർ ഉണരുന്നത്. ഉണരുമ്പോ കേൾക്കുന്നത് പിന്നെ മണിമണി പോലെയുള്ള പൊട്ടിച്ചിരികളും ആറാപ്പുളി ഉത്സവ ചായലുള്ള തൂക്കുവിളികളും ഒക്കെയാണ് കേൾക്കുന്നത്. ഇവർക്കത് എന്താണെന്നും ഇവർക്കറിയില്ലല്ലോ. ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡികൾ നടന്നുണ്ട്. ഇത് ഇംഗ്ലീഷുകാരോ ജർമ്മൻകാരോ ഇതൊക്കെ വന്ന് ഇതിന്റെ തീരത്ത് ക്യാമ്പ് ചെയ്ത് ഒരുപാട് ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് രേഖകൾ ഈ മൊണാസ്ട്രികളിൽ കാണുന്നുണ്ട്. പക്ഷെ ഈ മൊണാസ്ട്രിക്കാരൊന്നും രേഖകൾ എഴുതിയെടുക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് കാണിച്ചു തന്നു. അവർ ഈ ഒരു ഇംഗ്ലീഷുകാരന് വന്ന് സർവേ ചെയ്തതിന്റെ രേഖകൾ അവിടെ കണ്ടു ഞാൻ. കൈലാസ പർവ്വതത്തിന് അദ്ദേഹം 7 പ്രാവശ്യം കൈലാസത്തെ പ്രദക്ഷിണം വെച്ചിട്ട് മെഷർമെന്റ് എടുത്തു, അളന്നു. 7 പ്രാവശ്യം അളവ് ടോട്ടലി ഡിഫറെന്റ് ആണ്. മീറ്ററുകൾ കണക്കിന് വ്യത്യാസം വരുന്നത്. ഇത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ അങ്ങനെ ഈ അനുഭൂതികൾ, മാനസരസിലത്തെ അനുഭൂതികള് നമ്മൾ അവിടുത്തെ ബുദ്ധസന്യാസിമാരോടോ ലോക്കൽ ആൾക്കാരോടോ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഗ്രാമീണരോടോ ആരോട് ചോദിച്ചാലും അവർക്ക് അതേക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. സാർ, അതുപോലെ തന്നെ കൈലാസത്തിലേക്ക് നമ്മൾ പോകുന്ന അവസരത്തിൽ ധാരാളമായ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, ഓരോ ഇടത്താവളങ്ങളുണ്ട്. അതൊന്ന് സാർ ഒന്ന് സംക്ഷിപ്തമായിട്ടൊന്ന് പറയാം. കൈലാസത്തിലേക്കുള്ള യാത്ര അടുക്കുംതോറുമുള്ള ഒരു നമ്മൾ ചെല്ലുന്നത് ഈ മാനസരസിനെ പ്രദക്ഷിണം വെച്ച് അവിടുന്ന് ഒരു 90 കിലോമീറ്ററോളം നമ്മൾ ട്രക്കിൽ യാത്ര ചെയ്തിട്ടാണ് ഈ ദർശൻ എന്ന് പറയുന്ന ബേസ് ക്യാമ്പിലെത്തുന്നത്. ദർശനിലെത്തുമ്പോൾ -30യുടെ ഒക്കെ മുകളിലാണ് ഈ താപനില.
മരവിച്ചു പോകും അക്ഷരാർത്ഥത്തിൽ മനുഷ്യൻ. അവിടെ നിന്ന് ഈ ദർശൻ ക്യാമ്പിൽ നിന്ന് നമ്മൾ ഈ കൈലാസത്തെ ഒരു പ്രദക്ഷിണം വയ്ക്കുകയാണ് ചെയ്യുന്നത്. 70 കിലോമീറ്റർ ഉണ്ട് അത്. ഈ 70 കിലോമീറ്ററിൽ 2 ദിവസം ഇടത്താവളങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ ദറാപ്പൂക്കിലേക്ക് 28 കിലോമീറ്ററോളം നടന്നു ചെന്ന്, അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും മുമ്പെത്തി. ഞാൻ ചാമ്പ്യാൻ പീക്കിന്റെ മുകളിൽ കയറി കൈലാസത്തെ തൊട്ടടുത്തുനിന്ന് കണ്ടു. 70 അടി. ആ നിറമാറ്റം ഈ പർവ്വതത്തിന്റെ മുഴുവൻ കാണാനുള്ള ഒരു അസുലഭ. അപ്പൊ ഈ താഴെ നിന്നിട്ട് ഈ ബുദ്ധസന്യാസിമാരും ഇത് കാണുന്നുണ്ട്. കൈലാസം ശരിക്കും ഞാൻ കാണുമ്പോൾ അത് ശരിക്കും ഈ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുകയാണ്. ശിവലിംഗങ്ങളുമായി അതിന്റെ കലകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കണം, അത് മേഘക്കൂട്ടങ്ങളുടെ ഇടയിൽ ചുംബിച്ച പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കി കഴുത്ത് കടഞ്ഞപ്പോൾ ഞാൻ തല കീഴ്പ്പെട്ടിട്ട് വിശ്രമിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഇത് ശിവലിംഗമാതിരി ആകെ ഭയാനകമായ രൂപത്തില് എണ്ണ കറുപ്പ് നിറത്തില് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മഞ്ഞൊക്കെ പോയിക്കണം. ആകെ അത് ഞെട്ടിപ്പോണ ഒരു രൂപം ശരിക്കും. അങ്ങനെ ചിസിൽ ഇത് ഡ്രസ് ചെയ്ത് നിർത്തിയ മാതിരിയുള്ള അത് എന്തൊരു മൈറ്റി മൗണ്ടനാന്ന് പറയാൻ നേരത്ത് കാണുമ്പോ പെട്ടെന്ന് ഇത്രയും ഭാഗത്തെ മഞ്ഞ് മാത്രം അപ്രത്യക്ഷമായതൊരു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന വെച്ചാൽ ഈ മേഘക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്ത് ജലവൃഷ്ടി അവിടെ തുടങ്ങി. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അഭിഷേകം നടത്താന്ന് പറഞ്ഞ മാതിരി പർവ്വതാസകലം ജലപ്രളയം. ഏത് സമയത്തായിരുന്നു അതൊരു 4:45-5 മണിയായിട്ടും ആ നേരത്ത്. കാണുന്ന സമയത്ത് മനസ്സിലേക്ക് വന്നു ഞാനത് നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് അനുഭൂതികൾ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവേഷൻ എന്റെ മനസ്സിലും മൊത്തം എന്റെ പിന്നീട് ജീവിത മാർഗം തന്നെ ആകെ മാറ്റിപ്പോയ സംഭവങ്ങളും ഒക്കെ ഇതിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ തുറന്നു നോക്കുമ്പോഴാണ് അത് കാണുന്നത്. അത് തങ്കത്തിലും മുക്കിയിടുന്ന മാതിരി. ആ പടമാണ് പുസ്തകത്തിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് തന്നെ തോണ്ടിയെടുക്കാം സ്വർണ്ണയിമെന്ന്. അതേമാതിരിയാണത്. അത് നിമിഷം പ്രതി ഇങ്ങനെ മാറിക്കൊണ്ട് അങ്ങനെ 3 പ്രാവശ്യം മാറിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ അത്രയധികം എനിക്ക് എന്നിൽ അത് ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പോയിന്റില് ഒരു പ്രാവശ്യം ഞാൻ താഴേക്ക് നോക്കിയപ്പോ ഈ ബുദ്ധസന്യാസിമാര് ആ മൊണാസ്ട്രിയുടെ വരാന്തയിൽ നിന്നിട്ട് നോക്കുന്നുണ്ട്. അവർ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടത് ഒരു ദൃശ്യ രൂപത്തിൽ കാണാവരെ. എന്തായാലും ഇത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കണം എന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ ഈ യോഗമുറയിലെ കയ്യുമ്മിലും തള്ളവിരലുമ്മിലും മാത്രം ബോഡി നിർത്തിയിട്ട് ഫ്ലാറ്റായിട്ട് കിടന്നിട്ട് നമ്മൾ പൊന്തി അങ്ങനെ ഒരു യോഗ ഉണ്ടായില്ല. ഒരു യോഗ അത് 9 പ്രാവശ്യം ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഈ സാഹിത്യ ഫീൽഡില് പ്രവേശിച്ച് അതിനു മുമ്പ് ചെറിയ 1-2 ലേഖനങ്ങളൊക്കെ എഴുതി ഈ ബദരീനദി നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഭക്തപ്രിയയിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സൃഷ്ടികളൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ഈ കൈലാസ് ഉത്തരാഖണ്ഡിലൂടെ എന്നുള്ള രചന നടത്തിയപ്പോൾ മൊത്തം ഈ സ്വാധീനം എന്നിലുണ്ടായിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, ഒരു 50 വയസ്സുകാരന് ഒരു സാഹിത്യ രംഗത്ത് പ്രവേശിക്കാൻ ഇടവരിക, എന്നിട്ട് ബുക്ക് എഴുതി അതിനാദ്യമായിട്ട് തന്നെ അത് ഒന്നാമത് അക്കാഡമി അവാർഡ് കിട്ടിയെന്നുള്ളതിന് പുറമെ ആ പുസ്തകം 2 കൊല്ലം കൊണ്ട് 6 ഇംപ്രഷനിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് വായനക്കാർ സഹൃദയം സ്വീകരിച്ചു എന്നുള്ളതിന്റെ അതിന്റെ അർത്ഥം. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അനുഭൂതി അതിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെ. പക്ഷെ എങ്കിലും താങ്കൾ അനുഭവിച്ചതിന്റെ അതേപടി ഇതിൽ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കൂടിയൊക്കെ ആവാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം നമുക്ക് തന്നെ കേൾക്കുമ്പോ ഒരുപാട് എന്തൊക്കെയോ ഇനിയും പോയിന്റ് ഉണ്ട്. അത് ഒരു പ്രസക്തമായ ചോദ്യമാണത്. കാരണം നമ്മളിവിടെ കേരളത്തിന്റെ ഭാരതത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ കിടക്കുന്നത്. ഇവിടെ ഈ ജനങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി വലിയൊരു വിഭാഗം ജനങ്ങള് അത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിനൊക്കെ ഇപ്പോഴും സംശയങ്ങളുള്ള ആൾക്കാരുകളുണ്ട്. പലരും എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ച അനുഭവം ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുള്ള ഇപ്പൊ കൈലാസം ഞാൻ അതേമാതിരി വിസ്തരിച്ചു. പക്ഷെ ഗഡ്വാൾ ഹിമാലയത്തെ കുറിച്ച് ഞാൻ നടത്തിയ രചനകളും അതിന്റെ ഇതും വായിച്ചിട്ട് ഈ ഗുഹകളിൽ താമസിക്കുന്ന സന്യാസിമാരിപ്പോഴുണ്ടോ? എന്താണ് ഒരു ഉദ്ദേശം? അതെങ്ങനെയാ നമുക്കത് ഇതാവാൻ പറ്റുക, പ്രൂവ് ചെയ്യാൻ പറ്റുക?
അങ്ങനെ പലരും ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊന്നും ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ ഇവരൊന്നും അവരവരുടെ ജില്ലയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടില്ല. അതെ, ഞാൻ ചോദിക്കാൻ വെച്ചിട്ടാണ് പല യുക്തിവാദികളും ഒരുപാട് ഇത് പറയുന്നുണ്ട്. യുക്തിവാദികൾ എന്നുള്ളൊരു വിഭാഗം ഒരുപാട് വിമർശനം ചെയ്ത് ഇത്തരം ഓരോ സംഭവത്തെയും അവർ കാണുന്നുണ്ട്. അപ്പൊ നേരിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ അറിയുമ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം അത് പിന്നെ സാർ നോക്കി കണ്ടിട്ടുണ്ടോ? ഈ പിന്നെ വായനക്കാരുടേതായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വരുമല്ലോ. ഉണ്ട്. അപ്പൊ ഇതില് യുക്തിവാദി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ആദ്യത്തെ പുസ്തകം തൊട്ട് എന്നെ വിളിച്ചു തുടങ്ങിയതാണ്. അവരതിന്റെ ആധ്യാത്മിക വശം മാറ്റി നിർത്തി. എന്നിട്ട് അതർവൈസ് അതല്ലാതെ തന്നെ ഈ പുസ്തകം ഒരു സൂപ്പർ സൃഷ്ടിയാണെന്നുള്ളൊരു അഭിനന്ദനം അവരറിയിച്ചു. രണ്ടാമത്തെ പുസ്തകത്തെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 1-2 കോർണറിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി 1-2 കാര്യം